ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. നാളത്തെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അനദർ ഡേ ഇൻ പാരഡൈസിന്റെ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കാം അപ്രീസിയേഷൻ, അല്ലെങ്കിൽ വേറൊരു ചാപ്റ്ററിൽ നിന്നായിരിക്കാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന ചാപ്റ്ററിൽ നിന്നായിരിക്കും ഒരു പക്ഷേ അപ്രീസിയേഷൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഞാനിവിടെ ജസ്റ്റ് വായിച്ചു തരുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നോട്ട്ബുക്കിലേക്ക് കൃത്യമായിട്ട് എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പാഠത്തിന്റെ ഹെഡിങ് കൃത്യമായിട്ട് എഴുതുക. അനദർ ഡേ ഇൻ പാരഡൈസ് കൃത്യമായിട്ട് ആരാണ് എഴുതിയത് എന്നുള്ള കാര്യം എഴുതുക. Another Day in Paradise is a touching and emotional song written by and performed by Philip Collins, a British singer and songwriter. Through this song, Collins shares a strong message about homelessness and the way we often ignore people in need. ഈ ഒരു പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്രിസിയേഷനിൽ കിട്ടിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഹോംലെസ്നെസ്സിനെ പറ്റിയും അതുപോലെ തന്നെ പീപ്പിൾ ഇഗ്നോർ ചെയ്യുന്നതിനെ പറ്റിയുമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ സോങ്ങിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ജെന്റിൽ വേക്കപ്പ് കോൾ ടു ഷോ കമ്പാഷൻ ആൻഡ് ഹ്യൂമാനിറ്റി ടു ദോസ് ഹൂ need it. While we may be living comfortably and others will be struggling just to survive and must forget them. ഈ ഒരു വരികളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. നിങ്ങൾക്ക് അധികം പഠിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് വായിച്ചു പോകുന്നതേ ഉള്ളൂ. അടുത്തടുത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയല്ലോ. Yes, the song begins with a woman on the street asking a man for help. She tells him that it is a very cold and she has no place to sleep. അതായത് എന്ത് ചെയ്യുന്നു, റോട്ടിൽ അല്ലെങ്കിൽ സ്ട്രീറ്റിൽ എന്ത് ചെയ്തു, ഒരു വുമണെ കണ്ടുമുട്ടി അല്ലേ. ആ വുമൺ എന്തില്ല, വീടില്ല, അല്ലെങ്കിൽ ഹോംലെസ്നെസ് അനുഭവപ്പെടുന്ന ഒരു സ്ത്രീയാണെന്ന് മനസ്സിലായി. ഓക്കെ, ബട്ട് ദ മാൻ പ്രിറ്റൻസ് നോട്ട് ടു ഹിയർ ഹെർ ആൻഡ് ക്വിക്ലി ക്രോസസ് ദ സ്ട്രീറ്റ്. അതായത് ആ ഒരു സ്ത്രീയെ കേൾക്കാതെ പെട്ടെന്ന് തന്നെ സ്ട്രീറ്റ് കടന്നു പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾ ആ പാഠഭാഗത്തിലെ ആ ഒരു കൃത്യമായിട്ടുള്ള ആശയം നിങ്ങൾ എഴുതി വെക്കുക. അതാണ് അടുത്തടുത്ത പാരഗ്രാഫിൽ നിങ്ങൾ ചെയ്യേണ്ടത്. Later in the song, the poet pleads to God if there is anything more than that can be done to help people like her. അതായത് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട് അല്ലെ, അത്തരം ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു കാര്യം കൃത്യമായിട്ട് എഴുതി വെക്കുക. The lines on the woman's face shows her pain and it is clear that she has been pushed away from the place to place simply because she did not fit in the society, has ignored her and she suffers in the അലോൺ എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. ഈ വരികളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇഗ്നോർ ചെയ്തു അദ്ദേഹത്തെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിയെ എന്ത് ചെയ്തു, ഒഴിവാക്കി അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തി എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ആ ഒരു ആശയത്തിൽ കൃത്യമായിട്ട് വരേണ്ടത്. ദ സോങ് എൻഡ്സ് ബൈ റിപ്പീറ്റിംഗ് ദ ഐഡിയ ദാറ്റ് വൈൽ ഇറ്റ് മേ ബി ജസ്റ്റ് ബി അനദർ പീസ്ഫുൾ ഡേ ഫോർ മെനി ഓഫ് അസ്, ഫോർ സം പീപ്പിൾ ഈച്ച് ഡേ ഈസ് ഹാർഡ് ആൻഡ് എ ലോൺലി സ്ട്രഗിൾ. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. എന്താണ്, ഒറ്റപ്പെട്ട് നമ്മൾ പൊരുതി ജയിക്കുന്നതാണ് അല്ലെ. അതായത് ലോൺലി സ്ട്രഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ കൃത്യമായിട്ട് വരികൾ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഫിൽ കോളിൻസ് യൂസസ് ദ സോങ് ടു ഓപ്പൺ അവർ ഐസ് ടു ദ റിയാലിറ്റി ഓഫ് ദ ഹോംലെസ്നെസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ എഴുതേണ്ടത് പാഠഭാഗം എന്താണെന്ന് എഴുതുക, പാഠഭാഗത്തിന്റെ പേര് എഴുതുക, ആരാണ് എഴുതിയതെന്ന് എഴുതുക, അതിനുശേഷം വരുന്ന എല്ലാ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും എഴുതുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പാഠഭാഗം നമ്മുടെ സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലേക്ക് എന്ത് ആശയമാണ് കൊണ്ടുവരുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾ അടുത്ത ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുക. ആ ഒരു ആശയത്തിന്റെ പ്രാധാന്യം, ഇന്നത്തെ കാലത്ത് എന്താണ് അതിന് പ്രാധാന്യമുള്ളത്, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ അടുത്ത പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതുക. ക്ലിയർ ആണല്ലോ? യെസ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നിട്ടുള്ള പോയത്തില് പോയറ്റിക് ഡിവൈസസ് ഉണ്ടാവും അല്ലെ. ഇവിടെ നിങ്ങൾ നോക്കൂ, ഞാനിത് കൃത്യമായിട്ട് വായിക്കുന്നൊന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോട്ടിൽ എഴുതിയെടുത്താൽ മതി. ഓക്കെ, പോയറ്റിക് ഡിവൈസസ് ഇമാജിനറി ഉണ്ട്, അതുപോലെ തന്നെ ഇമേജറി ഉണ്ട്, അതുപോലെ മെറ്റഫർ ഉണ്ട്, അനാഫോറ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, മെറ്റഫർ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ നമുക്ക് വരുന്ന ഈ പറഞ്ഞ പോയത്തിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് ആണ്. ആ പോയറ്റിക് ഡിവൈസസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്രിസിയേഷൻ കുറച്ചും കൂടി എന്താവും, കുറച്ചുകൂടി മനോഹരമായിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? എന്നിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട്, ദ സോങ് ഗീവ്സ് എ ബ്യൂട്ടിഫുൾ ബട്ട് എ സാഡ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കൺക്ലൂഡ് ചെയ്യുക. വി ഷുഡ് ഓപ്പൺ അവർ ഹാർട്ട്സ്, നോട്ട് വറി, ആൻഡ് ഹെൽപ്പ് ദോസ് ഹൂ ഈസ് ബീയിങ് ഹേർട്ട്.
ദിസ് ഈസ് കോൾഡ് എ കൈൻഡ് ഓഫ് കോൾ ഫോർ കൈൻഡ്നെസ്, കമ്പാഷൻ ആൻഡ് ആക്ഷൻ. അപ്പോൾ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ആദ്യത്തെ ഭാഗം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗവും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൊടുക്കുന്നുണ്ട്. പഠിച്ചു വെച്ചോണം. നാളത്തെ എക്സാമിന് ഒരു പക്ഷേ ചോദിക്കാം. ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ SSLCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചോദ്യം ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത സബ്ജക്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. താങ്ക് യു, ബൈ.